നിങ്ങളിത് കേട്ടാൽ വിശ്വസിക്കില്ല, പക്ഷെ ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. USA ഇപ്പോൾ ഇന്ത്യക്കാരടക്കമുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷനാണ്. കാരണം ITR വേണ്ട, ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ട, കൂടാതെ നിങ്ങളുടെ ട്യൂഷൻ ഫീസിൻ്റെ 60% കവർ ചെയ്യുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാംസും ഉണ്ട്. കൂടാതെ H1B വർക്ക് വിസ എടുത്തിട്ട് നിങ്ങൾക്ക് PR-നും ഈസിലി അപേക്ഷിക്കാം. ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ ഹൗ. ഏതൊരു പ്രൊഫഷനും ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു സ്ഥലമാണ് USA. പക്ഷെ PR-ന് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല. ഇപ്പോൾ സാധാരണ ഈ STEM പ്രോഗ്രാംസ് എടുക്കുന്ന സ്റ്റുഡൻസിനാണ് ഈ 3 വർഷത്തെ സ്റ്റേ ബാക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 ഇയേഴ്സ് സ്റ്റേ ബാക്ക് പീരീഡിലാണ് ഇവർ ഈ H1B വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഈ H1B വർക്ക് വിസ അമേരിക്കയിൽ ഇതുവരെ കിട്ടാൻ ഈസി ആയിരുന്നില്ല. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എംപ്ലോയറിൻ്റെ സ്പോൺസർഷിപ്പ് ആദ്യം വേണം. അപ്പോൾ എംപ്ലോയർ സ്പോൺസർ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അൾട്ടിമേറ്റ്ലി എംപ്ലോയറാണ് ഡിസൈഡ് ചെയ്യണത്. പിന്നെ അത് മാത്രമല്ല, ഇനി അഥവാ എംപ്ലോയർ സ്പോൺസർഷിപ്പ് തരികയാണെങ്കിൽ തന്നെ അതിന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. H1B വിസയ്ക്ക് ആനുവലി 5 ലക്ഷം ആളുകളാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൽ തന്നെ 85,000 ആളുകൾ മാത്രമേ സെലക്ട് ആവുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇതിന് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ടേക്കിംഗ് എ ലോട്ടറി. ഇപ്പോൾ സാധാരണ US-ൻ്റെ പുറത്ത് നിന്നുള്ള ഒരാളെ ഒരു അമേരിക്കൻ കമ്പനിയിലേക്ക് സ്പോൺസർ ചെയ്യണമെങ്കിൽ $1 lakh ആ കമ്പനി അമേരിക്കൻ ഗവൺമെൻറ്റിന് അടയ്ക്കണം. പക്ഷേ ഈ സ്പോൺസർ ചെയ്യപ്പെടുന്ന ആൾ അമേരിക്കയിൽ ഓൾറെഡി ഉള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവിടുത്തെ എംപ്ലോയർക്ക് ഈ $1 lakh അടയ്ക്കേണ്ടി വരില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ TCS ഉള്ള ഒരാൾ അമേരിക്കയിലേക്ക് ജോബ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ജോബ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ $1 lakh അമേരിക്കൻ ഗവൺമെൻറ്റിന് എംപ്ലോയർ അടയ്ക്കേണ്ടി വരും. പക്ഷേ ഇതേ പൊസിഷനിലേക്ക് ഒരു ഫ്രഷറായിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ $1 lakh അടയ്ക്കേണ്ടി വരില്ല. സോ ആസ് ഫാർ ആസ് ദ കോർപ്പറേറ്റ് കമ്പനീസ് ആർ കൺസേൺഡ്, ദിസ് ഇസ് എ ഹ്യൂജ് പ്രോഫിറ്റ് മാർജിൻ. $1 lakh അടിച്ചിട്ട് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനെ ഹയർ ചെയ്യുന്നത് എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ ദ ജോബ് മാർക്കറ്റ് റൈറ്റ് നൗ ഈസ് റിയലി ഫേവറബിൾ ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഓരോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും അമേരിക്കയിൽ പഠിക്കുന്നത്. ഇതുകൂടാതെ അവരവരുടെ ഡെയിലി എക്സ്പെൻസസും ഇവിടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ദിസ് ഇസ് എ ഹ്യൂജ് മാർക്കറ്റ് ആൻഡ് ദിസ് ടൈം they are taking Indian students really seriously, and this is a huge blessing to us. H1B visa കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR-നും അപേക്ഷിക്കാം, and in most cases you can get your PR within 3 years. വെറും വിദേശ പഠനം എന്നതിനപ്പുറത്തേക്ക് ജോലി ചെയ്യാനും അവിടെ സെറ്റിൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണത്. സോ നിങ്ങൾ താല്പര്യമുള്ള ആളാണെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. അതും അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, or do comment below. Till then, it's goodbye.